ഹായ് വെൽക്കം ടു എൻട്രിയ. നമ്മുടെ SSC CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാംസ് ആ ഒരു എക്സാം വരാൻ ഇനി നമുക്ക് ഏകദേശം ഒരു 2.5 മാസം കൂടിയേ ബാക്കിയുള്ളൂ. ലൈക്ക് നമുക്ക് ഇപ്പം തൊട്ട് നമ്മുടെ ആ ഒരു എക്സാം വരെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 75 ഡേയ്സ് ആണ് ഇനി ഏകദേശം നമുക്ക് ബാക്കിയുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ഈ വർഷത്തെ SSC കലണ്ടർ അനുസരിച്ചാണെങ്കിൽ നമ്മുടെ മാർച്ചിൽ നമ്മുടെ ഈ ഒരു SSC CGLന്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമ്മുടെ അടുത്ത മാസം ഈ ഒരു എക്സാം നോട്ടിഫിക്കേഷൻ വന്നാൽ നമുക്ക് എക്സാം നടക്കാൻ പോകുന്ന ഏപ്രിൽ വരെ രജിസ്ട്രേഷനും നമ്മുടെ മെയ് ജൂൺ എന്നാണ് എക്സാം ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം പലരും മെയ് ജൂൺ കാണുമ്പോൾ പെട്ടെന്ന് വിചാരിക്കുന്നത് ജൂണിലായിരിക്കും എക്സാം എന്നാണ് പലരും വിചാരിക്കുന്നെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് മെയ് ജൂൺ എന്ന ഏകദേശം 3 എക്സാംസിന് കൊടുത്തിട്ടുണ്ട്. സോ അതിലും ആദ്യമേ കൊടുത്തേക്കുന്ന SSC CGL ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ CGLന്റെ എക്സാം മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് മെയ്യിൽ തന്നെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. ബിക്കോസ് അത് കഴിഞ്ഞാൽ ഇതേ മെയ് ജൂണിൽ തന്നെ CGL കഴിഞ്ഞ അടുത്ത 2 എക്സാം കൂടി നടത്താൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ എക്സാംസ് ജൂൺ ആണ് എന്ന് വിചാരിച്ചിരിക്കരുത്. ജൂണിൽ നടക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും, കുറച്ചുകൂടി സമയമൊക്കെ കിട്ടും, എല്ലാം ശരിയാണ്. പക്ഷെ നമ്മുടെ ആ ഒരു കലണ്ടർ വെച്ചും ഇതിന് മുമ്പ് കഴിഞ്ഞ 2 വർഷം നടന്നിട്ടുള്ള ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന മെയിൽ തന്നെ ഇൻഫാക്ട് മെയ്യുടെ ഒരു തുടക്കത്തിൽ തന്നെ നമ്മുടെ എക്സാം മെയ്യുടെ പകുതി വരെ പോലും പോകാൻ സാധ്യതയില്ല. മെയ്യുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് എക്സാംസ് കാണും എന്ന് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ അത് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് ഇനി ഒരു 75 ഡേയ്സ് ആണ് ബാക്കിയുള്ളത്. ഈ ഒരു ഫൈനൽ റിവിഷന് വേണ്ടിയും നമ്മുടെ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസിനൊക്കെ വേണ്ടി നമുക്ക് ഇനി ഏകദേശം ഒരു 75 ഡേയ്സ് ആണ് ബാക്കിയുള്ളത്. സോ ഈ ഒരു 75 ഡേയ്സ് നമുക്ക് നമ്മുടെ ഒരു റിവിഷൻ ആയാലും ശരി, മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കുന്നതായാലും ശരി, ആ ഒരു പ്രാക്ടീസ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിന്റെ ചെറിയൊരു സ്റ്റഡി പ്ലാൻ ഡിസ്കഷൻ ആണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വൺസ് അഗൈൻ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ഇനിയുള്ള 75 ഡേയ്സ് എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒരു SSC CGLന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് 2026 SSC CGLന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് മാർച്ച് 2026 എക്സാം ഡേറ്റ് കലണ്ടർ അനുസരിച്ചാണെങ്കിൽ മെയ് ജൂൺ 2026 എന്നാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ നമ്മുടെ SSCയുടെ തന്നെ ഒഫീഷ്യൽ കലണ്ടറിലേക്ക് തന്നെ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് ഈ വർഷത്തെ നടക്കാൻ പോകുന്ന എക്സാംസിൽ ആദ്യത്തെ എക്സാം അതാണ് നമ്മുടെ SSCയുടെ CGL. അതിന് മുമ്പ് 3 ഡിപ്പാർട്ട്മെന്റൽ എക്സാംസ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റൽ എക്സാംസ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന നമ്മുടെ ആദ്യത്തെ എക്സാമാണ് SSCയുടെ CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ. ഏതൊരു ഗ്രാജുവേറ്റിനും എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് മാർച്ചിലാണ്, നമുക്ക് ആ ഒരു കലണ്ടറിൽ കൊടുത്തിരിക്കുന്ന പോലെ. ആൻഡ് നമുക്ക് ആ ഒരു ക്ലോസിംഗ് ഡേറ്റ് ഏപ്രിലും എക്സാം നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ആ ഒരു മെയ് ജൂൺ സമയത്താണ് എക്സാം നടക്കാൻ പോകുന്നത്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മുമ്പിലോട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റും നമ്മുടെ ബാക്കിയുള്ള എക്സാംസിനെ കുറിച്ചുള്ളതും വളരെ ക്ലിയർ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ജൂനിയർ എഞ്ചിനീയർ ഒക്കെ നോക്കുന്നവരാണെങ്കിൽ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മാർച്ചിലായിരിക്കും വരാൻ പോകുന്നത്. സെലക്ഷൻ പോസ്റ്റും മാർച്ചിൽ തന്നെ വരാൻ പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും 3 എക്സാംസിന്റെയും നമുക്ക് കൊടുത്തിരിക്കുന്ന ടെന്റേറ്റീവ് ഡേറ്റ് മെയ് ജൂൺ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മുടെ ഈ ഒരു മെയ് ജൂണിൽ നമ്മുടെ ആദ്യത്തെ എക്സാം CGL മെയ്യിൽ നടന്നാൽ മാത്രമേ നമ്മുടെ ബാക്കി എക്സാംസും ഈ പറയുന്ന മെയ് അവസാനം ജൂൺ തുടക്കത്തോടെയും പിന്നെ അതുപോലെ തന്നെ ജൂൺ അവസാനം ജൂലൈയിലൊക്കെ ആയിട്ട് എക്സാംസ് കണ്ടക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമുക്ക് ഈ പറഞ്ഞ പോലെ എക്സാം കുറച്ച് ഡിലേ ആയി കഴിഞ്ഞാൽ ലൈക്ക് ഇപ്പോൾ മെയ് അവസാനം അല്ലെങ്കിൽ ജൂൺ തുടക്കത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് കുറച്ചുകൂടി ഒരു എന്താ പറയുക ഒരു 15 തൊട്ട് 30 ദിവസത്തോളം എക്സ്ട്രാ ടൈം കിട്ടും. വളരെ നല്ലതായിരിക്കും. പക്ഷെ അത് നമ്മൾ ഒരിക്കലും എന്താ പറയുക ആ ഒരു എക്സ്പെക്ടേഷനിൽ ഇരിക്കാൻ പറ്റത്തില്ല, അത് റിസ്ക് ആണ്. സോ അതുകൊണ്ട് തന്നെ മെയ് ഫസ്റ്റ് വീക്ക് ആണ് എക്സാം കാണും എന്നുള്ള എക്സ്പെക്ടേഷൻ തന്നെ പ്രിപ്പയർ ചെയ്യുക. എക്സ്ട്രാ ടൈം കിട്ടിക്കഴിഞ്ഞാൽ എക്സ്ട്രാ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നമ്മുടെ സ്കോറിനെ ഏറ്റവും കൂടുതൽ കൂട്ടാൻ നോക്കുക, സെലക്ഷന്റെ ആ ഒരു പ്രോബിലിറ്റി ഏറ്റവും കൂടുതൽ കൂട്ടാൻ നോക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫോർ നൗ നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇപ്പോഴത്തെ ഒരു സമയത്തിന് വേണ്ടി നമ്മുടെ എക്സാം മെയ് ആദ്യത്തെ ആഴ്ച തന്നെ കാണും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പ്രിപ്പറേഷൻസ് മുമ്പോട്ട് കൊണ്ടുപോകാം. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ CHSLന്റെ എക്സാം വരുന്നുണ്ട്. +2 ക്വാളിഫിക്കേഷനുള്ള ഏതൊരാൾക്കും എഴുതാൻ പറ്റുന്ന എക്സാം. അതുപോലെ നമ്മുടെ സ്റ്റെനോഗ്രാഫർ വരുന്നുണ്ട്, SSCയുടെ ഹിന്ദി ട്രാൻസ്ലേറ്റർ ഉണ്ട്. പിന്നെ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന അഗെയിൻ അടുത്തൊരു എക്സാമാണ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് MTS. പിന്നെ നമ്മുടെ ഡൽഹി പോലീസിലെ സബ് ഇൻസ്പെക്ടറും SSCയുടെ തന്നെ ഏറ്റവും കൂടുതൽ വേക്കൻസിക്ക് വിളിക്കുന്ന എക്സാം SSCയുടെ GD കോൺസ്റ്റബിൾ. ഈ ഒരു എക്സാംസ് ഒക്കെ തന്നെ തൊട്ട് പുറകിലുള്ള ഓരോ മാസങ്ങളിലുമായിട്ട് വരുന്നുണ്ട്. സോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മെയ് തൊട്ട് അങ്ങോട്ടുള്ള എല്ലാ മാസവും കൈൻഡ് ഓഫ് എക്സാംസ് ഉണ്ട്. എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു 6 എക്സാംസ് എല്ലാ മാസങ്ങളും അങ്ങോട്ട് ഇനി വരാൻ പോവുകയാണ്. അപ്പൊ ഇനി അങ്ങോട്ടൊരു 5-6 മാസം എല്ലാ മാസവും എക്സാം ആയിരിക്കും. സോ ഈ ഒരു ഒറ്റ പ്രിപ്പറേഷൻ നിങ്ങൾക്കറിയാം SSCയുടെ കേസിൽ വരുന്ന ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ഒരു സിലബസിലാണ് എല്ലാ എക്സാംസും നടക്കുന്നത്. എക്സാമിന്റെ പാറ്റേണിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിലും സിലബസ് സെയിമാണ്, പഠിക്കാനുള്ള കാര്യങ്ങൾ സെയിമാണ്. അതുകൊണ്ട് തന്നെ ഒറ്റ ഒരു സിലബസ് പ്രിപ്പറേഷൻ ചെയ്യുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ബാക്ക് ടു ബാക്ക് വരുന്ന എക്സാംസ് ഒക്കെ തന്നെ എഴുതാൻ പറ്റും. ഇതിന്റെ ഇടയ്ക്ക് റെയിൽവേ എക്സാംസ് വരും, മേ ബി IBO അല്ലെങ്കിൽ ISRO DRDO എന്നൊക്കെയുള്ള FCN അങ്ങനെയൊക്കെയുള്ള
ഉള്ള എക്സാംസ് ഒക്കെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. സോ അതൊക്കെ ഒരു എന്താ പറയുക എക്സ്ട്രാ ബോണസ് എക്സാംസ് ആയിരിക്കും നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് എഴുതാൻ പറ്റുന്ന എക്സാംസും. ഇതേ സിലബസിൽ തന്നെ ആയിരിക്കും എക്സാംസ് ഒക്കെ വരുന്നത്. ചെറിയൊരു വ്യത്യാസങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. എക്സാം പാറ്റേണിൽ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പക്ഷേ സിലബസിൽ വലിയൊരു വ്യത്യാസം വരാൻ സാധ്യതയില്ല. സോ ഏറ്റവും നല്ലപോലെ പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഫോക്കസ് ചെയ്യുന്നത് SSCയുടെ സീജൽ എക്സാംസിന് വേണ്ടിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ സീജൽ എക്സാംസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി എക്സാക്ട്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ആണ് നമുക്ക് ഇനി മുമ്പിലുള്ള സമയം എന്ന് പറയുന്നത്. ഫെബ്രുവരി ഓൾമോസ്റ്റ് ഹാഫ് കഴിഞ്ഞു നിങ്ങൾക്കറിയാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഡെഫിനറ്റ്ലി നമ്മുടെ ഒരു ഫെബ്രുവരി ഹാഫത്തോളം ആയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഹാഫ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. സോ അങ്ങനെ നോക്കുമ്പോഴത്തേന് നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ ഫെബ്രുവരിയുടെ ഇനിയൊരു ഹാഫ് എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് ഈ മാസം നമുക്ക് അറിയാം 28 ഡേയ്സേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ മാർച്ചും ഏപ്രിലുമാണ് നമുക്ക് നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളത്. പിന്നെ മെയ്യിൽ മേ ബി ഒരു കുറച്ച് ദിവസം കൂടെ എടുത്താൽ പോലും നമുക്ക് ഏകദേശം ഒരു 75 ഡേയ്സ് ആണ് ഇനി നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ, നമുക്ക് ഇനിയുള്ള എക്സാംസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ. ഇനി SSCയുടെ സീജലിന്റെ ആ ഒരു എക്സാം പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതാണ് നമ്മുടെ സീജലിന്റെ Tier 1 പാറ്റേൺ എന്ന് പറയുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു 4 ഏരിയ ആണ് ഫോക്കസ് ചെയ്യാനുള്ളത്. അതുപോലെ സീജലിന്റെ Tier 2യുടെ എക്സാം പാറ്റേൺ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അതും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് ഈ പറഞ്ഞ സിലബസിലേക്ക് വരുവാണെങ്കിലും ഓൾറെഡി നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. സോ നിങ്ങൾക്ക് ആ ഒരു സിലബസിനെ കുറിച്ചും നിങ്ങൾക്ക് ക്ലിയർ ഐഡിയ ഉണ്ട്. ആർക്കെങ്കിലും ആദ്യമായിട്ട് ഈ ഒരു എക്സാമിനെ കുറിച്ച് കേൾക്കുന്നവരാണെങ്കിൽ, ഈ ഒരു വീഡിയോ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് വെക്കാം ഫ്യൂച്ചർ പ്രിപ്പറേഷന് വേണ്ടി. ലൈക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി വന്നവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. സോ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഒക്കെ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം ഫ്യൂച്ചർ പ്രിപ്പറേഷന് വേണ്ടി. ഇതാണ് നമ്മുടെ SSCയുടെ എക്സാംസിന്റെ സിലബസ്. സീജൽ അല്ല, SSCയുടെ ഏതൊരു എക്സാം എടുത്തു കഴിഞ്ഞാലും ഓൾമോസ്റ്റ് ആ എക്സാമിന്റെ എല്ലാം സിലബസ് ഇത് തന്നെയാണ്. നമ്മുടെ സീജൽ, CSSL, സെലക്ഷൻ പോസ്റ്റ്, MTS, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ SSCയുടെ GD, SSCയുടെ CPO, ഇതിന്റെ എല്ലാം സിലബസ് ഇത് തന്നെയാണ്. ഇനി നമ്മൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെഷനിലെ ഫോക്കസ് എന്താണ്, അതിലേക്ക് നമുക്ക് വരാം. നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ ഫോക്കസ് ചെയ്യുന്നത് ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ, ഇനിയുള്ള 75 ഡേയ്സ് നമുക്ക് എങ്ങനെ ഫോക്കസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ നമുക്കിനി നമ്മൾ മുമ്പിലോട്ടുള്ള ഈ ഒരു 75 ഡേയ്സിനെ നമുക്ക് എന്താ പറയുക ഒരു കൈൻഡ് ഓഫ് 3 ലെവലിലേക്ക് ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ കുറച്ച് ദിവസം നമുക്ക് നമ്മുടെ റിവിഷന് വേണ്ടിയും സെയിം ടൈം മോക്ക് ടെസ്റ്റും ഇന്റൻസീവ് പ്രാക്ടീസ് ഒക്കെ തന്നെ പോകണം. പക്ഷേ ഒരു റിവിഷന് വേണ്ടിയും പിന്നെയുള്ള കുറച്ച് ദിവസം ഒരു അഡ്വാൻസ് വർക്കൗട്ട്, കുറച്ച് വീക്കായിട്ട് തോന്നുന്ന ഏരിയാസിന്റെ ഒക്കെ ഒരു വർക്കൗട്ടിന് വേണ്ടിയും, ആൻഡ് അവസാനം നമ്മുടെ ഈ ഒരു ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് നമ്മൾ കംപ്ലീറ്റ്ലി ഇന്റൻസീവ് പ്രാക്ടീസ് ടിൽ എക്സാം വരെ എന്നൊരു ആംഗിളിലാണ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലിയർ ഐഡിയ തരാൻ വേണ്ടി അതിനൊരു എന്താ പറയുക ഒരു ചെറിയൊരു സ്റ്റഡി പ്ലാൻ പോലെ തന്നെ, ഓക്കെ, നമ്മൾ അതുകൊണ്ടാണ് ഈ ഒരു സെഷനെ സ്റ്റഡി പ്ലാൻ എന്നൊരു ആംഗിളിൽ തന്നെ കൊണ്ടുപോകുന്നത്. സോ ജസ്റ്റ് ഒരു പറഞ്ഞു പോകുന്നതിനേക്കാളും ബെറ്റർ ആണ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഒരു സ്റ്റഡി പ്ലാൻ ആയിട്ട് തന്നെ കാണിച്ചു തരുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റഡി പ്ലാൻ ആയിട്ട് തന്നെ ഒന്ന് കാണിച്ചു തരുവാണെങ്കിൽ നമുക്ക് ഈ നമ്മുടെ ഒരു പ്രിപ്പറേഷനെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ രീതിയിലേക്ക് ഇതിനെ അറേഞ്ച് ചെയ്തിട്ട് കൊണ്ടുപോകാം. ഒരിക്കലും എക്സാക്ട് ചെയ്ത് ഇതേപോലെ തന്നെ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ രീതിയിലേക്ക് ഇതിനെ ആക്കി എടുത്തിട്ട് നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം. ഇപ്പോൾ ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്തു തുടങ്ങുക എന്നുള്ളത്. സോ അറ്റ്ലീസ്റ്റ് ഈ റിവിഷൻ ടൈമിൽ ഒരു മോക്ക് ടെസ്റ്റ് വെച്ച് ഒരു ദിവസം എങ്കിലും ചെയ്ത് പോകണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമ്മുടെ പ്രിപ്പറേഷൻ എത്രത്തോളം ആയി, നമ്മൾ എവിടെ നിൽക്കുന്നത്, ആൻഡ് ഇനി നമുക്ക് എവിടെ വരെ എത്താനുണ്ട് എന്നുള്ളത് അറിയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഡെഫിനറ്റ്ലി മോക്ക് ടെസ്റ്റ് വഴിയേ നമുക്ക് അറിയാൻ പറ്റില്ല. സോ മോക്ക് ടെസ്റ്റുകൾ അറ്റ്ലീസ്റ്റ് ആദ്യത്തെ കുറച്ച് ദിവസത്തേക്കെങ്കിലും, ഇനിയുള്ള ഒരു 45 ഡേയ്സ് എങ്കിലും നിങ്ങളുടെ ഡെയിലി ഒരു മോക്ക് ടെസ്റ്റ് വെച്ചെങ്കിലും ചെയ്തു പോവുക. അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും ഇംഗ്ലീഷും ജനറൽ അവയർനെസ്സും ഇത് 4നെയും റിവിഷന് വേണ്ടി ഒരു സമയം മാറ്റി വെക്കുക. ഓരോ ചാപ്റ്റർ പെട്ടെന്ന് അതൊന്ന് നോക്കി അതിൻ്റെ അകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് വർക്കൗട്ട് ചെയ്ത് ആ ഒരു ഏരിയാസിന്റെ ഒരു റിവിഷൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും ഇതിപ്പം പഠിച്ചു തുടങ്ങുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സിംപ്ലിഫിക്കേഷൻ എടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്നൊരു എക്സാമ്പിൾ, ഇപ്പോൾ ഫസ്റ്റ് ഡേ ഞാൻ സിംപ്ലിഫിക്കേഷൻ പഠിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. ഇപ്പോൾ സിംപ്ലിഫിക്കേഷൻ ഞാൻ എന്തായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്? സിംപ്ലിഫിക്കേഷൻ ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്, സിംപ്ലിഫിക്കേഷനിൽ ഉറപ്പായിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ഉണ്ട്, ഓൾജിബ്ര ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. നമ്മുടെ സിംപ്ലിഫിക്കേഷന്റെ എക്സാമിന്റെ ഒരു പ്രീവിയസ് ഇയർ എക്സാംസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ മൊത്തം ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 50% ഓഫ് ദ ക്വസ്റ്റ്യൻസ്, ഈവൻ മോർ ദാൻ 50% ഓഫ് ദ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഓൾജിബ്ര ബേസ് ചെയ്ത. അങ്ങനെയാണെങ്കിൽ ഓൾജിബ്ര ബേസ് ചെയ്തുള്ള ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പിന്നെ അതിനുശേഷം ഇപ്പം കുറച്ച് നാളായിട്ടൊക്കെ എപ്പോഴും കാണുന്ന ചില ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ചില ബ്രാക്കറ്റ് ബേസ് ചെയ്ത് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ചില പാറ്റേണിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഏറ്റവും ലേറ്റസ്റ്റ് എടുക്കാൻ ഒരു 3-4 വർഷത്തിന്റെ ഇടയ്ക്ക് എപ്പോഴും വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന, ബാക്കി എക്സാംസ് കോപ്പി ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പം SSC ചോദിക്കുന്ന പല ക്വസ്റ്റ്യൻസും റെയിൽവേ എക്സാമിൽ ചോദിക്കുന്നുണ്ട് ഇപ്പം ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പൊ അങ്ങനെയുള്ള വളരെ ഫ്രീക്വന്റ് റിപ്പീറ്റ് ആവുന്ന അങ്ങനത്തെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. സോ അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ മൊത്തം ചാപ്റ്റർ ആദ്യം തൊട്ട് ഒരുമിച്ച് പഠിക്കുക, അതിന്റെ ആദ്യമായിട്ട് പഠിക്കുക എന്നുള്ളതല്ല ഒരിക്കലും അവിടെ ഫോക്കസ് ചെയ്യുന്നത്. സെയിം അതേപോലെ ഓരോന്ന്, ഇപ്പം ഞാൻ പെട്ടെന്ന് ഇവിടെ നിന്ന് ഇപ്പം എൻ്റെ ഒരു സബ്ജക്ട് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. അപ്പം ഞാൻ ആ ഒരു സബ്ജക്ട് വെച്ചിട്ട് പെട്ടെന്ന് ചുമ്മാ ഒന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ, ഇപ്പം ഞാൻ സിംപ്ലിഫിക്കേഷൻ ഞാൻ പറഞ്ഞു, ഇപ്പം നമ്പർ സിസ്റ്റം ഞാൻ പഠിക്കാതിരിക്കുക. നമ്പർ സിസ്റ്റം ഇരിക്കുമ്പോൾ ഞാൻ എന്തായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്? അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ക്വസ്റ്റൻസ് എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് ചോദിക്കുന്നത്? നമ്പർ സിസ്റ്റം ഒരു വളരെ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പക്ഷേ അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് ചോദിക്കുന്നത് ഓൾമോസ്റ്റ് 70% ക്വസ്റ്റൻ വരുന്നത് ഡിവിസിബിലിറ്റി റൂളിൽ നിന്ന് മാത്രമാണ്. പിന്നെ അതിനുശേഷം ബാക്കിയുള്ള ക്വസ്റ്റൻസ് വരുന്നത്, മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റൻസ് വരുന്ന റിമാൻഡർ തിയറിയിൽ നിന്നാണ്. ഇത് കഴിഞ്ഞ് പിന്നെ വളരെ
കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം, ലൈക്ക് കയ്യിൽ എണ്ണാവുന്ന ഒരു 5 or 6 ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതിന്റെ പുറത്തേക്ക് പോകാറുള്ളൂ. ഓക്കെ, എന്ന് പറഞ്ഞാൽ 5-6 ഷിഫ്റ്റ് മാത്രമേ അതിന്റെ പുറത്തേക്ക് പോകത്തുള്ളൂ. ആ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് ചോദിക്കുന്നത്? ഫ്രാക്ഷൻ വലുതാണോ ചെറുതാണോ, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ അവിടെ നിന്ന് ചോദിക്കുന്നത്. വളരെ ലോജിക്കൽ ആയിട്ടോ സിമ്പിൾ ആയിട്ടോ ഒക്കെ ചോദിക്കുന്ന, നിങ്ങളുടെ സ്ക്വയർ ക്യൂബിന്റെ ഒക്കെ നോളജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ്, അതൊക്കെയാണ് പിന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. HCF LCM അങ്ങനെ ക്വസ്റ്റ്യൻസ് CGL വലുതായിട്ട് ചോദിക്കാറില്ല. ചോദിക്കുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അത് മാത്രം ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യുക. അടുത്ത് ആവറേജിൽ വരുമ്പോൾ കമ്പൈൻഡ് ആവറേജ് ക്വസ്റ്റൻസ് ആണ് വളരെയധികം ചോദിക്കുന്നത്. കമ്പൈൻഡ് ആവറേജിന്റെ എല്ലാ ടൈപ്പ് ക്വസ്റ്റൻസ് കഴിഞ്ഞ കുറച്ച് വർഷത്തിന്റെ ഇടയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ റിവൈസ് ചെയ്യുക. പെർസെന്റേജ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് വരുന്ന ഇൻകം, എക്സ്പെൻഡിച്ചർ, സേവിങ്സ്, ഇലക്ഷൻ ബേസ്ഡ് ക്വസ്റ്റൻസ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെയും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന എക്സാമിനേഷൻ ബേസ്ഡ് ക്വസ്റ്റൻസ് ഒക്കെയാണ് ചോദിക്കുന്നത്. സക്സസീവ് പേഴ്സണൽ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് അതൊക്കെ റിവൈസ് ചെയ്യുക. ഇങ്ങനെ ഓരോ ചാപ്റ്റർ എടുക്കുമ്പോഴും നോക്കിയാൽ ഞാൻ ഓരോ ചാപ്റ്റർ വെച്ച് ഓരോ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയ ഏതാണെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അത് എവിടെ നിന്നാണ് ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പ്രീവിയസ് ക്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നതിന്റെ ബേസിലാണ് ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് വരുന്നത്. സോ ആ ഒരു ഏരിയാസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഇതേപോലെ ഓരോ ചാപ്റ്ററും നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളവരായിരിക്കും. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻസിൽ നിന്ന് നിങ്ങൾക്ക് അറിയാം ഏതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സോ അത് പിക്ക് ചെയ്ത് അത് നല്ലപോലെ വർക്ക്ഔട്ട് ചെയ്യുക. അല്ലാതെ ആ ചാപ്റ്റർ മൊത്തം ആദ്യമായിട്ട് പഠിക്കുക എന്നുള്ളതല്ല ഒരിക്കലും ഉദ്ദേശിക്കുന്നത്. സെയിം റീസണിങ്ങും ഇംഗ്ലീഷും ജനറൽ അവയർനെസ് ഒക്കെ തന്നെ അതേപോലെ തന്നെ പ്രിപ്പയർ ചെയ്താൽ, ജനറൽ അവയർനെസ് ഒക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ഷോർട്ട് നോട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നല്ലപോലെ റിവൈസ് ചെയ്യുക. ബിക്കോസ് നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാനെ കുറിച്ച് ഇന്ന് ആദ്യമായിട്ടല്ല പറയുന്നത്. നമ്മുടെ CGLന്റെ നോട്ടിഫിക്കേഷനൊക്കെ SSCയുടെ കലണ്ടറൊക്കെ വരുന്നതിന് മുമ്പേ തൊട്ടേ, കഴിഞ്ഞ ഒരു ഒക്ടോബർ, നവംബർ, ഡിസംബർ തൊട്ടേ നമ്മൾ ഈ ഒരു SSC CGL എക്സാം വേണ്ടി പ്രിപ്പറേഷന് വേണ്ടിയുള്ള 6 മന്തിന്റെ സ്റ്റഡി പ്ലാനും 4 മന്ത് സ്റ്റഡി പ്ലാൻ ഒക്കെ നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അന്നോട്ടേ ആ കാര്യങ്ങൾ ചെയ്തു വരുന്നവർ ഓൾറെഡി ഇതിൽ കുറേ കാര്യങ്ങളെല്ലാം സിലബസ് ഒക്കെ തീർത്ത് നമ്മളിപ്പോൾ നേരത്തെ വളരെ ഷോർട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അവർക്ക് അതിന് റിവൈസ് ചെയ്ത് പോയാൽ മതി. അറ്റ്ലീസ്റ്റ് ഇപ്പം പഠിച്ചു തുടങ്ങിയിട്ടുള്ളവരാണെങ്കിൽ അതൊക്കെ ചെയ്തു പോകാം. ഡെഫിനറ്റ്ലി നിങ്ങൾ CGL അല്ലെങ്കിൽ അതിന്റെ തൊട്ട് പുറകെ വരുന്ന CSSലും സെലക്ഷൻ പോസ്റ്റിനും MTSനും SSCയുടെ GDക്കും റെയിൽവേ എക്സാമിനൊക്കെ അത് യൂസ്ഫുൾ ആയിരിക്കും. എനിക്ക് ഉറപ്പായിട്ടും അതൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. സോ ഇതുവരെ ചെയ്തിട്ടുള്ളതെങ്കിൽ ഇനിയെങ്കിലും ചെയ്തു പോവുക. ഇനി ഫ്യൂച്ചറിൽ അത് അയ്യോ ഞാൻ ചെയ്തില്ലല്ലോ എന്നൊരു മൈൻഡ് സെറ്റ് ഇനി വരാതെ, ഒരു റിഗ്രറ്റ് വരാതെ, ഇനി ഫ്യൂച്ചറിൽ ആ റിഗ്രറ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ആ ഡെഫിനറ്റ്ലി ചെയ്തു പോവാം. പിന്നെ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇപ്പൊ ഈ ഒരു ഫുൾ മോക്ക് ടെസ്റ്റ് ഒരെണ്ണം വെച്ച് ചെയ്യുന്നെങ്കിലും അതിന്റെ കൂടെ തന്നെ ചെയ്തു പോകേണ്ട ഒരു ഏരിയയാണ് സെക്ഷണൽ മോക്ക് ടെസ്റ്റ്. നിങ്ങളുടെ മാത്സിന് വേണ്ടി മാത്രമുള്ളത്, ക്വാണ്ടിറ്റി റീസണിങ്ങിന് വേണ്ടി മാത്രമുള്ളത്, ഇംഗ്ലീഷിന് വേണ്ടി മാത്രമുള്ളത്, ജനറൽ അവയർനെസിന് വേണ്ടി മാത്രമുള്ളത്, അങ്ങനെയുള്ള സെക്ഷണൽ മോക്ക് ടെസ്റ്റുകൾ കറക്റ്റ് ആയിട്ട് ചെയ്തു പോകുക. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്ത് ഇരിക്കേണ്ടി വരത്തില്ല. വളരെ കുറച്ച് സമയം ഇരിക്കുക, പെട്ടെന്ന് അതൊന്ന് ചെയ്ത് നോക്കുക, അതൊന്ന് റിവ്യൂ ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളത് മാത്രമല്ല, അത് റിവ്യൂ ചെയ്ത് വീക്ക് ആയിട്ടുള്ള ഏരിയാസ് ഫോക്കസ് ചെയ്യുക. അതിൽ ചോദിച്ച ക്വസ്റ്റൻസ് ഒക്കെ ചെയ്ത് നോക്കുക. ഏതെങ്കിലും ശരിയാക്കിയ ക്വസ്റ്റൻ ആണെങ്കിൽ പോലും അതിന് ഒരുപാട് സമയം എടുത്തിട്ടുണ്ടെങ്കിൽ അതും വീണ്ടും ചെയ്ത് നോക്കുക എന്നുള്ളതൊക്കെ. അതൊക്കെ റിവ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റിയ ക്വസ്റ്റൻസ് മാത്രം റിവ്യൂ ചെയ്യുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഒരുപാട് സമയം എടുത്ത ക്വസ്റ്റൻസിനെയും ഡെഫിനറ്റ്ലി റിവ്യൂ ചെയ്യണം. ഡൗട്ട് വന്ന ക്വസ്റ്റൻസിനെയും ഡെഫിനറ്റ്ലി റിവ്യൂ ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ആദ്യത്തെ ഒരു 45 ഡേയ്സ് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഫോക്കസ് ചെയ്യുക. വൺസ് നിങ്ങൾ ഇതൊക്കെ തീർത്താലും നിങ്ങൾക്ക് ഈ 45 ഡേയ്സിന്റെ ഇടയ്ക്ക് തന്നെ ഈ ഇതിലെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സിനെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാനും അതിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിനെ ഒന്നുകൂടി വീണ്ടും റിപ്പീറ്റ് ഉള്ള സമയം നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. ആക്ച്വലി 45 ഡേയ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക കളർ ചേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം നിങ്ങളുടെ ഫ്യൂച്ചർ പ്രിപ്പറേഷന് വേണ്ടി. സെയിം റീസണിങ് ആയാലും നമ്മുടെ ഈ പറഞ്ഞ ഇംഗ്ലീഷ് ആയാലും ഒക്കെ തന്നെ അതിനെ 3-4 വട്ടം റിപ്പീറ്റ് ചെയ്യാനുള്ള സമയം അടക്കം ഇവിടെ ഉണ്ട്. ഈ ഒരു കൊടുത്തിരിക്കുന്ന ആ ഒരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്, നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് 45 ഡേയ്സ് കഴിയുമ്പോൾ, ഓക്കെ, ഈ ഒരു 45 ദിവസം ലൈക്ക് നമ്മുടെ ഒരു മാർച്ച് അവസാനം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മാർച്ച് അവസാനം ആകുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ CGLന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും. രജിസ്ട്രേഷൻ ആക്റ്റീവ് ആയിരിക്കും. ആ സമയം കൊണ്ട് നമ്മുടെ ഈ ഓൾമോസ്റ്റ് ഒരു 45 മോക്ക് ടെസ്റ്റ് മിനിമം തീർത്തിട്ടുണ്ടായിരിക്കണം. എല്ലാ ടോപ്പിക്കിലും ഒരു റിവിഷൻ കൊണ്ടുപോയിട്ടുണ്ടായിരിക്കണം. അത് ഒരു റിവിഷൻ അല്ല, 2-3 റിവിഷൻ ആയിട്ടുണ്ടായിരിക്കും. ആ സമയം കൊണ്ട് നിങ്ങളുടെ സെക്ഷണൽ മോക്ക് ടെസ്റ്റും പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഓൾമോസ്റ്റ് 45 ഡേയ്സിന്റെ സെക്ഷണൽ മോക്ക് ടെസ്റ്റും ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത് കഴിഞ്ഞാണ് ഒരു അഡ്വാൻസ് പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ അടുത്തൊരു 15 ദിവസം സംതിങ് നിങ്ങൾ മാറ്റി വെക്കേണ്ടത്. ആ 15 ദിവസം എന്താ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മോക്ക് ടെസ്റ്റിന്റെ എണ്ണം കൂട്ടുക. ലൈക്ക് നേരത്തെ 1 ആണ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പൊ 2 എണ്ണം വെച്ച് ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ സെക്ഷണൽ മോക്ക് ടെസ്റ്റ് അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഇനി ഓരോ സബ്ജക്ട് വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം ജനറൽ അവയർനെസ് മാത്രം നിങ്ങൾ നിങ്ങളുടെ എഴുതി വെച്ചിരിക്കുന്ന നോട്ട്സ് റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എക്സ്ട്രാ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. ബിക്കോസ് അത് നമ്മൾ എത്ര റിവൈസ് ചെയ്യുന്നു അത്രയും കൂടുതൽ ആ ടോപ്പിക് സ്ട്രോങ് ആവും. പിന്നെ ബാക്കിയുള്ള ടോപ്പിക്കിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ വീക്ക് ആയിട്ടുള്ള ടോപ്പിക്സിന് മാത്രം ഒന്ന് റിവൈസ് ചെയ്യാനും ഒന്നുകൂടി നോക്കാനും വർക്കൗട്ട് ചെയ്യാനൊക്കെ വേണ്ടി ഒരു സമയം മാറ്റി വെക്കുക. ആ വീക്ക് ആയിട്ടുള്ള ടോപ്പിക്ക് മാത്രം നോക്കാൻ വേണ്ടി മാത്രം ഒരു സമയം നിങ്ങൾക്ക്, പിന്നെ അവിടെ 2 മണിക്കൂർ കൊടുത്തു എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ തന്നെ മാറ്റി വെക്കണമെന്നില്ല. നിങ്ങൾക്ക് 3 മണിക്കൂർ മാറ്റി വെക്കാം, 4 മണിക്കൂർ മാറ്റി വെക്കാം. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ 1
മണിക്കൂർ പോലും മാറ്റി വെക്കേണ്ടി വരത്തില്ല. മോക്ക് ടെസ്റ്റ് ചെയ്ത് അതിന്റെ കൂടെ ഉള്ളത് മാത്രം ഒന്ന് റിവ്യൂ ചെയ്ത് പോയാൽ മതി. പക്ഷേ ഏറ്റവും ഡീപ്പായിട്ട് റിവ്യൂ ചെയ്ത് പോവുക ആൻഡ് അതിന്റെ ഒരു കറക്റ്റ് ട്രാക്ക് കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ചെയ്യുന്ന മോക്ക് ടെസ്റ്റിലും കിട്ടുന്ന സ്കോറുകൾ, വരുന്ന നെഗറ്റീവ്, ഓരോ സെഷനിലും ഉണ്ടാവുന്ന റൈറ്റ് ആൻഡ് റോങ്, അതിന്റെയൊക്കെ എണ്ണം കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് നോക്കുക. ആ നെഗറ്റീവ്സിനെ കുറച്ച് കൊണ്ടുവരാൻ നോക്കുക, ഓവറോൾ നെഗറ്റീവിനെ കുറച്ച് കൊണ്ടുവരാൻ നോക്കുക, സ്കോർ ഇമ്പ്രൂവ് ആവുന്നുണ്ടോ എന്ന് അറിയാനൊക്കെ പറ്റണമെങ്കിൽ നിങ്ങൾ ഒരു ട്രാക്ക് കീപ്പ് ചെയ്ത് തന്നെ പോകണം. അപ്പോൾ അതായിരിക്കണം അടുത്തൊരു 15 ഡേയ്സ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ആൻഡ് ദെൻ നിങ്ങളുടെ ഒരു ലാസ്റ്റ് ഇന്റൻസീവ് പ്രാക്ടീസ്, ലൈക്ക് നിങ്ങളുടെ അവസാനത്തെ ഒരു 15 ദിവസം തൊട്ട് എക്സാം വരെ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഒരു ഏപ്രിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. ഇപ്പൊ ഏപ്രിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുന്ന ആ സമയം തൊട്ട് എക്സാം വരെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ മോക്ക് ടെസ്റ്റിന്റെ എണ്ണം വീണ്ടും കൂട്ടിയിട്ട് 3 മോക്ക് ടെസ്റ്റ് ആക്കി മാറ്റുക. നിങ്ങൾ അവിടെ ഒരുപാട് സമയം പഠിക്കാൻ വേണ്ടി ലൈക്ക് 10 മണിക്കൂറും 12 മണിക്കൂറും ചെലവാക്കുന്നതിന് പകരം നല്ലപോലെ ഒരു എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക, അതിനെ നല്ല ഡീപ്പായിട്ട് റിവ്യൂ ചെയ്യുക. നിങ്ങൾ GK റിവൈസ് ചെയ്യാൻ വേണ്ടി ഒരു സമയം മാറ്റി വെക്കുക. ആ GK അതേപോലെ തന്നെ റിവൈസ് ചെയ്ത് പോവുക. ഏതെങ്കിലും വീക്ക് ആയിട്ടുള്ള ടോപ്പിക് ഉണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് വീക്ക് ആണെന്ന് തോന്നുന്നെങ്കിൽ അതിന് മാത്രം എന്ത് ചെയ്യുക, ഈ മോക്ക് ടെസ്റ്റുകൾ കൂടാതെ ഒരു സെക്ഷണൽ മോക്ക് ടെസ്റ്റ് കൂടി ചെയ്ത് പോകാൻ നോക്കുക, സ്കോർ ഒന്ന് കൂട്ടാൻ വേണ്ടി. അതർവൈസ് നിങ്ങൾക്ക് എല്ലാ സെക്ഷനും അത്യാവശ്യം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല എങ്കിൽ 3 മോക്ക് ടെസ്റ്റ് ചെയ്യുക, നല്ല ഡീപ്പായിട്ട് റിവ്യൂ ചെയ്യുക, അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപാട് സമയം വേറെ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിയൊന്നും വെക്കണ്ട. പിന്നെ കുറച്ച് സമയം മാത്രം നിങ്ങളുടെ ഈ ഒരു GSന്റെ ഏരിയ റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രം മാറ്റി വെക്കുക. സോ നെക്സ്റ്റ് 75 ഡേയ്സ് ഈ ഒരു പ്ലാൻ ആണ് നിങ്ങൾ ഫോളോ ചെയ്ത് പോകേണ്ടത്. ഇതിൽ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്യാം. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഒരുപാട് സ്ട്രെയിൻ എടുക്കാത്ത രീതിയിൽ നിങ്ങളുടെ എന്താ പറയുക ഒരു ബാലൻസ്, നിങ്ങളുടെ ഹെൽത്തും ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ മൈൻഡ് സെറ്റും ഇമ്പോർട്ടൻ്റ് ആണ്, മെന്റലിയും ഈ പറഞ്ഞ പോലെ തന്നെ വളരെ സൗണ്ട്ഫുൾ ആയിട്ട് ലൈക്ക് എന്താ പറയുക വളരെ ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് സ്ട്രെയിൻ ചെയ്തും ടെൻഷനായും നിങ്ങളതിനെ ഒരുപാട് എന്താ പറയുക വീക്ക് ആവാതിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് ശ്രദ്ധിക്കുക. ഓക്കെ, ഫിസിക്കലിയും മെന്റലി ഉള്ള ഹെൽത്ത് ശ്രദ്ധിക്കുക, പ്രോപ്പർ ഉറക്കം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് കീപ്പ് ചെയ്ത് ചെറിയ ചെറിയ ടാർഗറ്റ്സ് വെച്ചുകൊണ്ട് ആ ടാർഗറ്റ്സ് ഡെയിലി അച്ചീവ് ചെയ്ത് ഡെയിലി ഒരു പ്രോഗ്രസീവ് ആംഗിളിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുമ്പോട്ട് കൊണ്ടുപോകുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അൾട്ടിമേറ്റ്ലി എല്ലാത്തിനും ഒരു ഗോൾ ഉണ്ടായിരിക്കണം. ഗോൾ എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള ഗോൾ, ഇപ്പൊ നമ്മളിപ്പോൾ ഇവിടെ എഴുതിയേക്കുന്ന അനുസരിച്ചാണെങ്കിൽ നമ്മൾ ഏകദേശം ഈ പറഞ്ഞ 75 ഡേയ്സ് കൊണ്ട് 120 മോക്ക് ചെയ്യാൻ പറ്റും. 120 മോക്കാണോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അങ്ങനെ അല്ല. 120 എന്നുള്ളത് നമ്മളിപ്പോൾ ഈ ഇട്ടേക്കുന്ന ഒരു പ്ലാൻ അനുസരിച്ചുള്ള ഒരു നമ്പറാണ്. ചിലർക്ക് 200 മോക്ക് ചെയ്യാം, 300 മോക്ക് ചെയ്യാം, ചിലർക്ക് ഓൾറെഡി ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ 80 മോക്ക് കഴിയുമ്പോൾ അല്ലെങ്കിൽ 50 മോക്ക് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തെന്നും വരാം. പക്ഷെ അത് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പക്ഷെ അച്ചീവ് ചെയ്യാത്തവർ ഒരിക്കലും 120 മോക്ക് ചെയ്താൽ മതിയോ? അങ്ങനല്ല. ഓക്കെ, നിങ്ങൾക്ക് 200 300 ലൈക്ക് നിങ്ങളുടെ ഗോൾ ഒരിക്കലും നമ്പർ ഓഫ് മോക്സ് ആയിരിക്കില്ല. നിങ്ങളുടെ ഗോൾ എപ്പോഴും നിങ്ങൾ പ്ലാൻ ചെയ്ത ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഗോൾ. അല്ലാതെ 120 മോക്ക് ചെയ്യുക അല്ലെങ്കിൽ 100 മോക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കില്ല ഒരിക്കലും നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ ചോദിച്ച കണക്ക് തന്നെ ഈ ഒരു നിങ്ങളുടെ അൾട്ടിമേറ്റ് ഗോൾ എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങളുടെ ഈ പറയുന്ന CGL എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിന്റെ ഒരു കട്ട് ഓഫ് എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫിനെ മേളിൽ ഡിപ്പെൻഡ് ചെയ്യില്ല. കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫ് വളരെ കുറവായിരുന്നു. ആക്ച്വലി കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫ് 136.83 ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഏകദേശം ഒരു എന്താ പറയാ 137 അടുപ്പിച്ചായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 83 അത്രയായിരുന്നു കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫ്. പക്ഷെ ഒരിക്കലും അതിന്റെ മേളിൽ ഡിപ്പെൻഡ് ചെയ്യില്ല. അതിന് മുമ്പുള്ള വർഷങ്ങളിൽ കട്ട് ഓഫ് നിങ്ങൾക്കറിയാം 154 ആയിരുന്നു അതിന് മുമ്പുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ ഒരു മോക്ക് ചെയ്യുമ്പോൾ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 160+ എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ എത്ര മോക്ക് ചെയ്യണോ അത്രയും മോക്ക് ചെയ്യുക. അതേപോലെ ഓരോ സെക്ഷനിലും ഒരു ടാർഗറ്റ് കീപ്പ് ചെയ്യുക. ഞാൻ കോൺസിൽ 23+ അച്ചീവ് ചെയ്യും. ഞാൻ റീസണിംഗിൽ ഏത് സൈറ്റിൽ നിന്നായാലും ഏത് പ്ലാറ്റ്ഫോമിൽ നിന്ന് മോക്ക് ചെയ്താലും എൻ്റെ റീസണിങ് 23+ അച്ചീവ് ചെയ്യും, ഇംഗ്ലീഷിൽ 22+ അച്ചീവ് ചെയ്യും. എൻ്റെ ജനറൽ അവയർനെസ്സിൽ എനിക്ക് ഒരുപാടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ എന്നാൽ പോലും 15+ അച്ചീവ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കും. നെഗറ്റീവ്സിന് ഏറ്റവും താഴെ നമുക്കൊരു <3 അല്ലെങ്കിൽ ഒരു 3 മാത്സ് എന്ന റാങ്കുകളിലേക്ക് മാത്രം എൻ്റെ ഓവറോൾ നെഗറ്റീവ് കീപ്പ് ചെയ്യാൻ നോക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുക. ടൈം മാനേജ്മെന്റ് അഗൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ടോപ്പിക്കിനും കൊടുക്കുന്ന ടൈം എത്രത്തോളം കൊടുക്കണം എന്നുള്ളത്. ഇപ്പം ഞാൻ ഈ എഴുതിയേക്കുന്ന റഫ് ടൈമിംഗ് ആണ് എഴുതിയേക്കുന്നത്, പക്ഷെ നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ ടൈം പ്ലാൻ ചെയ്യുക. ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ്. ബട്ട് അൾട്ടിമേറ്റ്ലി നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്രാക്ക് ഉണ്ടായിരിക്കണം, ഒരു ഗോൾ ഉണ്ടായിരിക്കണം. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി എത്ര ചെയ്യണോ അത്രയും ചെയ്യാൻ റെഡി ആയിരിക്കണം. ഓക്കെ, അത് അച്ചീവ് ചെയ്യുക ഇനിയുള്ള 75 ഡേയ്സ് എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെച്ചുകൊണ്ട് ഏറ്റവും നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് പോവുക. ഇനി വരുന്ന ദിവസങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് അത് അച്ചീവ് ചെയ്യുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ഗോൾ. അതിനുവേണ്ടി ഞാൻ 10 മണിക്കൂറോ 15 മണിക്കൂറോ 20 മണിക്കൂറോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് അച്ചീവ് ചെയ്യുക എന്നൊരു സംഭവമായിരിക്കണം നിങ്ങളുടെ മൈൻഡ് സെറ്റിലുള്ളത്. പക്ഷെ അത് ഒറ്റയടിക്ക്
ഇന്നോ നാളെ കൊണ്ടോ അല്ല. ഓക്കെ, ഈ ഒരു സമയം എടുത്ത് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഡെയിലി ഒരു ചെറിയ ചെറിയ പ്രോഗ്രസീവ് ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു ഇംപ്രൂവ്മെന്റ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒരു ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് കീപ്പ് ചെയ്യുക, വളരെ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക, എല്ലാത്തിനും ഒരു ഡെയിലി ഗോൾ സെറ്റ് ചെയ്യുക, തലേന്ന് തന്നെ ഗോൾ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നേരത്തെ തന്നെ ആ ഗോൾ സെറ്റ് ചെയ്ത് വെക്കുക, അത് അച്ചീവ് ചെയ്യുക. അപ്പോൾ ആ സാറ്റിസ്ഫാക്ഷനിൽ അടുത്ത ദിവസത്തേക്കും ആ മോട്ടിവേഷനിൽ അടുത്ത ദിവസത്തേക്ക് പോകാൻ പറ്റും. അന്നത്തെ ദിവസം ഓരോ ദിവസം ഇത് അച്ചീവ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇംപ്രൂവ്മെന്റ് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം ട്രാക്ക് കീപ്പ് ചെയ്യുക, മോക്ക് ടെസ്റ്റിൽ ട്രാക്ക് കീപ്പ് ചെയ്യുക, എന്നാലേ ആ ഒരു ഇംപ്രൂവ്മെന്റും ഫീൽ ചെയ്യത്തുള്ളൂ. നമ്മൾ എത്രത്തോളം ഇംപ്രൂവ് ആയി, ഞാൻ എവിടെ നിന്നതായി, ഞാൻ ഇപ്പോൾ ഇത്രയും ദൂരം വന്നു എന്നൊരു ഫീലിംഗ് ഒക്കെ അവിടെ വരത്തുള്ളൂ. സോ പ്രിപ്പയർ ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, വരുന്ന എക്സാമിന് വേണ്ടി നല്ലപോലെ പ്രിപ്പയർ ചെയ്യുന്നവർ ഏറ്റവും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് എക്സാംസ്, ഈ വർഷത്തെ സീജൽ എക്സാംസ് ആയാലും ശരി, ബാക്കി വരാതിരിക്കുന്ന എക്സാംസ് ആയാലും ശരി, ഏറ്റവും നല്ലപോലെ ക്ലിയർ ചെയ്ത് ഏറ്റവും നല്ല പോസ്റ്റിലേക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോസ്റ്റിലേക്ക് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. ഈ വർഷം തന്നെ ആ ഒരു ഗവൺമെന്റ് ജോബിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോസ്റ്റിലേക്ക് എത്തിച്ചേരാൻ പറ്റട്ടെ എന്ന് ഞാൻ നിങ്ങളെ എല്ലാവരെയും വിഷ് ചെയ്യുന്നു. ആൻഡ് ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈ പറഞ്ഞ പോലെ എൻട്രിയിലും ബാച്ചസ് ഉണ്ട്. SSC എക്സാംസിനും റെയിൽവേ എക്സാംസിനും ഒക്കെ വേണ്ടി നിങ്ങൾക്ക് അതിനെക്കുറിച്ചും കൂടുതൽ അറിയാൻ വേണ്ടി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 7736122215 എന്നുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിലും ചെക്ക് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് അവിടെ നിന്നും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ടേക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവരെ, കോളേജിന്റെ ഫൈനൽ ഇയർ ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ബിക്കോസ് സീജൽ എക്സാം എന്നൊക്കെ പറഞ്ഞ ഒരു ലോങ് ടേം പ്രോസസ്സാണ്, ഒരു 6 to 10 months പ്രോസസ് ആണ് എന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു സമയം എടുത്ത് അത് ചെയ്യേണ്ടതാണ്. ഒരിക്കലും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് എന്താ പറയുക നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം, ആ ഒരു 75 days അല്ലെങ്കിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഉള്ള ഒരു 45 ദിവസം കൊണ്ട് ക്ലിയർ ചെയ്യാം, അങ്ങനത്തെ ഒരു ആംഗിൾ അല്ല ഒരിക്കലും എക്സാംസിനുള്ളത്. സോ അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ പഠിച്ചു തുടങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് പ്രിപ്പറേഷൻ നേരത്തെ ഫോക്കസ് ചെയ്യുക. കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 7736122215 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ആ ഒരു ബാച്ചസിനെ കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾക്ക് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം, ഏറ്റവും നല്ലപോലെ വരാതിരിക്കുന്ന എക്സാംസിന് വേണ്ടി. സോ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും ക്വസ്റ്റ്യൻ പ്രാക്ടീസും ഒക്കെ ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.